ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരേപോലെ മോഹിപ്പിക്കുകയും വശീകരിച്ചു കൊണ്ടുപോയി മാറ് പിളർന്ന് ചോര കുടിക്കുകയും ചെയ്യുന്ന ഉഗ്രരൂപിയായ യക്ഷി. കേട്ടറിഞ്ഞ പഴങ്കഥകളിലൂടെ നമ്മുടെ മനസ്സുകളിൽ ഇടം നേടിയവൾ, ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവം, കള്ളിയങ്കാട്ട് നീലി. യഥാർത്ഥത്തിൽ ആരാണ് ഈ നീലി? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥയും ചരിത്രവും ഇഴചേർന്നു പറഞ്ഞ് പഴകിയതാണ് നീലിയുടെ കഥ. പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ നാഗർകോവിലിന് സമീപം പഴകന്നൂർ എന്ന പ്രദേശത്ത് കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു. അവൾക്ക് അല്ലി എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്നയാളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നമ്പി പണം മോഹിച്ചു മാത്രമായിരുന്നു അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകന്റെ ഈ ദുർനടപ്പിനെ കുറിച്ചറിഞ്ഞ് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇതുകണ്ട അല്ലി തന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി. കാർവേണി അല്ലിയെ തടഞ്ഞുവെങ്കിലും അവൾ ചെവിക്കൊണ്ടില്ല. അവിടെ നിന്നും അവർ യാത്ര തുടർന്നു. കള്ളിയങ്കാട് എന്ന വനപ്രദേശത്തെത്തിയപ്പോൾ ഇരുവരും അല്പം വിശ്രമിക്കാനിരുന്നു. നടന്നു ക്ഷീണിതയായ അല്ലി ഭർത്താവിന്റെ മടിയിൽ തല ചായ്ച്ചുറങ്ങി. തന്റെ മടിയിൽ ഉറങ്ങുന്ന അല്ലിയുടെ കയ്യിലും കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ട് നമ്പിയുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ പുറത്തു ചാടി. അല്ലി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ നമ്പി കയ്യിൽ കിട്ടിയ കൂർത്ത കരിങ്കല്ലുകൊണ്ട് അവളുടെ തലയിൽ സർവ്വശക്തിയുമെടുത്ത് ആഞ്ഞടിച്ചു. അല്ലിയെ ക്രൂരമായി കൊലപ്പെടുത്തി. തുടർന്ന് ശവശരീരം അവിടെ ഉപേക്ഷിച്ച് അവളുടെ ആഭരണങ്ങളുമായി കടന്നുകളഞ്ഞു. തുടർന്ന് പ്രതികാരദാഹിയായ അല്ലിയുടെ ആത്മാവ് നീലിയായി പുനർജനിക്കുകയും താൻ കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട്ടിൽ വാസമുറപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള കാലം മുഴുവൻ ഇവിടെയായിരുന്നു നീലിയുടെ വിഹാര കേന്ദ്രം. കള്ളിമുൾ ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട്, മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന കരിമ്പനകൾ. ആ പരിസരങ്ങളിലാകട്ടെ ആൾപ്പാർപ്പുമില്ല. നീലിയുടെ വരവോടെ ഇവിടെ ദുർമരണങ്ങളുടെ ഇടമായി മാറി. നീലിയെ ഭയന്ന് പകൽ പോലും ആരും ഇതുവഴി പോകാതായി. ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഇതുവഴി വന്നാൽ നേരം പുലരുമ്പോൾ കരിമ്പനയുടെ ചുവട്ടിൽ എല്ലും തോലും തലമുടിയും നഖവും മാത്രമാവും അവശേഷിക്കുക. സ്ത്രീലമ്പടന്മാരായ 100 കണക്കിന് പുരുഷന്മാരെ അവൾ വശീകരിച്ചു കൊണ്ടുപോയി നെഞ്ചു പിളർന്ന് രക്തം ഊറ്റിക്കുടിച്ചു കൊന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. അടങ്ങാത്ത പകയോടെ അലഞ്ഞു നടന്ന നീലിയെ ഒടുവിൽ കടമറ്റത്ത് കത്തനാരാണ് തളച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാഗർകോവിലിൽ നിന്ന് 5 കിലോമീറ്റർ മാറി പാർവതീപുരം എന്ന സ്ഥലത്തിനു സമീപത്തായി പണ്ട് നീലിയെ കൊലപ്പെടുത്തിയെടുത്ത് ഇന്ന് കള്ളിയങ്കാട്ട് നീലിയുടെ ക്ഷേത്രവും പ്രതിഷ്ഠയുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ നട തുറന്ന് പൂജ നടത്താറുണ്ട്. ഇവിടെ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയാൽ കരിമ്പനകളും കള്ളിപ്പാലകളും നിറഞ്ഞ ആ പഴയ കള്ളിയങ്കാടിന്റെ ശേഷിപ്പുകൾ കാണാം. ഈ കാലഘട്ടത്തിലും നീലിയെ ഭയക്കുന്ന പഴമക്കാരായ ചില മനുഷ്യർ ഇപ്പോഴും ആ പ്രദേശത്തുണ്ട്.